ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് സാധ്യതയേറുന്നു. എപിക്ക് 7 സീറ്റുകൾ നൽകാനാണ് കോൺഗ്രസ് നീക്കം. 10 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ആം ആദ്മി പാർട്ടി പിന്നോട്ട് പോയതായാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി വരുന്നുണ്ട്. മേഘന, 2005, 2009 തെരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനമായിരുന്നു BJP കാഴ്ചവെച്ചത്. എന്നാൽ 2014 വലിയൊരു കുതിപ്പ് തന്നെ BJP നടത്തി. അതുകൊണ്ട് തന്നെ 2014 മുതൽ 10 വർഷം നീണ്ടൊരു BJP ഭരണവും ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഈ ഒരു BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ള, അതായത് സഖ്യത്തിലൂടെ താഴെ ഇറക്കാനുള്ള ശ്രമം തന്നെയല്ലേ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും കാളിദാസ്, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അനിവാര്യമായ ഒരു സഖ്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുന്നോട്ട് വരുന്നത്. കാരണം അത്രയേറെ ഒരു പ്രധാനമായ ഒരു റോൾ ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കം എടുത്തു നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് എത്രത്തോളം പങ്കുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചദ്ദ അടക്കമുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സോണിയാഗാന്ധിയും അടക്കമുള്ളവരാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. അതിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് അതിൽ 10 സീറ്റുകൾ വരെ വേണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സ്വതന്ത്രമായി 50 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചർച്ചകൾ നടന്നു. അതിൽ ആം ആദ്മി പാർട്ടി അനുനയത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ ഒരു 7 സീറ്റ് എന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഒരു ആവശ്യപ്രകാരം 7 സീറ്റ് എന്ന രീതിയിലേക്ക് വരുന്നു. അങ്ങനെ നിലപാട് മയപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സഖ്യം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ സഖ്യം വലിയ തരത്തിൽ BJPക്ക് വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷം, ആ 10 വർഷം കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പരിഹരിക്കാൻ BJPയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ ഏറെയാണ്. അത് വിലക്കയറ്റമാണെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളാണെങ്കിലും ഈ ഗുസ്തി മേഖലയിലെ പ്രശ്നങ്ങൾ, അത് ബജ്രംഗ് പുനിയയും അടക്കമുള്ളവർ ഒരു കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് BJPക്ക് പരിഹരിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു സാന്നിധ്യം അത് അത്രയേറെ അത്യാവശ്യവുമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ 5 സീറ്റുകൾ കോൺഗ്രസ് നേടിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പങ്ക് അത്രയേറെ വലുതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആം ആദ്മി പാർട്ടിയെ അനുനയിപ്പിച്ച് ഒരു സഖ്യത്തിലേക്ക് വരിക, അതുവഴി കോൺഗ്രസിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് JJP ഇപ്പോൾ BJPയുടെ കൂടെയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കിങ് മേക്കറായി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നത് JJP ആയിരുന്നു. ഇപ്പോൾ JJPയും BJPയുടെ സഖ്യത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുകൂല അന്തരീക്ഷം അത് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന് ആം ആദ്മി പാർട്ടിയുടെ ഒരു പങ്ക്, ഒരു പിന്തുണ അത് പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി മേഘ്ന, എന്തായാലും സഖ്യത്തിലൂടെ BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ളൊരു നീക്കം തന്നെയാണ് പ്രതിപക്ഷം നടത്തുന്നത്. വിശദാംശങ്ങളാണ് മേഘന മുരളി നൽകിയത്.